നമസ്കാരം കൂട്ടുകാരൻ, ഞാൻ പീറ്റർ ചോളി. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വാഴക്കൂമ്പ്. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു പച്ചക്കറി ഇനങ്ങളിൽ ഒന്നാണ് വാഴക്കൂമ്പ്. അടുക്കളത്തോട്ടത്തിലെ ഒരു പ്രധാന വസ്തുവാണ്. കുടപ്പൻ, വാഴച്ചുണ്ട് എന്നിങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടുന്നു. ശരീരത്തിനാവശ്യമായ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കാൻ തക്ക ധാരാളം പോഷകങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. സ്ത്രീകൾക്കുണ്ടാകുന്ന മാസമുറ ഇരുമ്പിൻ്റെ അംശം ധാരാളം ഉള്ളതിനാൽ പല ബുദ്ധിമുട്ടുകൾക്കും ഇതൊരു പരിഹാരം തന്നെയാണ്. ഫൈബറിൻ്റെ സാന്നിധ്യം വാഴക്കൂമ്പിൽ ധാരാളം ഉള്ളതിനാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യും. രക്തത്തിൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വാഴക്കൂമ്പ് ഏറെ മികച്ചതാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ രോഗപ്രതിരോധശേഷി കൂട്ടുവാൻ വാഴക്കൂമ്പിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് സാധിക്കും. വാഴക്കൂമ്പ് ഉപയോഗിച്ച് ധാരാളം വിഭവങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും. വാഴക്കൂമ്പിൽ ധാരാളം വിറ്റാമിനുകൾ എ, സി, ഇ എന്നിവ ധാരാളമുണ്ട്. ഇത് വിളർച്ചയ്ക്കും ദഹന സംബന്ധമായ ഏറ്റവും നല്ല ഉത്തമ പ്രതിവിധിയാണ്. കൂടാതെ ക്യാൻസർ പ്രതിരോധിക്കാനും ഇതിൽ സഹായിക്കും. മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും വാഴക്കൂമ്പ് സഹായിക്കും. ഇത് വാഴക്കൂമ്പ് ചെറുതായി അരിഞ്ഞ് തോരൻ വെക്കാനോ സൂപ്പുകളിൽ ഉപയോഗിക്കാനോ ഏറ്റവും നല്ലതാണ്. ഒക്കെ വാഴക്കൂമ്പുകൾ വാഴയുടെ ചുവട്ടിൽ തന്നെ വെട്ടിയരിഞ്ഞ് അവിടെ ഇടുമായിരുന്നു. മിക്ക വീട്ടുകളിലും തോരൻ വയ്ക്കും. ഇപ്പോൾ വിപണികളിൽ ധാരാളം വാങ്ങിക്കാനും കിട്ടും. നേരത്തെയൊക്കെ 5 രൂപയായിരുന്ന വാഴക്കൂമ്പിന് ഇപ്പോൾ 10 രൂപയാണ് കടകളിലും മറ്റും ചന്തകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നത്. 12/9/2025 ഏറം കാർഷിക വിപണിയിൽ നടന്ന വാഴക്കൂമ്പിൻ്റെ വില ഒരു പീസിന് 10 രൂപയാണ്. സാധാരണ വാഴക്കൂമ്പുകൾ മിക്ക വാഴക്കൂമ്പുകളും നമുക്ക് ഉപയോഗിക്കാം. പച്ചച്ചിങ്ങൻ ഒഴിച്ച് മിക്ക വാഴക്കൂമ്പുകളും നല്ലതാണ്. പച്ചച്ചിങ്ങ ഇച്ചിരി കയ്പ്പ് കാണും. പച്ചച്ചിങ്ങ വാഴയുടെ വാഴക്കൂമ്പാരും കഴിക്കാറില്ല. സാധാരണ പോള ഇളക്കി അകത്തിരിക്കുന്ന വാഴക്കൂമ്പുകൾ ആണ് തോരൻ വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. തോരൻ വയ്ക്കാൻ ഉപയോഗിക്കുമ്പോൾ വെളിച്ചെണ്ണ കൈ പുരട്ടിയാൽ അതിൻ്റെ കറ നമ്മുടെ കയ്യിൽ ആവത്തില്ല. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മറ്റും ആനുകൂല്യങ്ങളും വാങ്ങുന്നവരുടെ മസ്റ്ററിങ് അവസാനിച്ചിരിക്കുന്നു. ഈ മാസം സെപ്റ്റംബർ മാസം 1200 രൂപയാണ് ഓരോ അക്കൗണ്ടിലും മറ്റും വീട്ടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ. മസ്റ്ററിങ് ചെയ്തവർ തന്നെ അവരെ സ്റ്റാറ്റക്സ് എന്ന് മൊബൈലിലൂടെ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ഒന്ന് പരിശോധിക്കുക അത്യന്താപേക്ഷിതമാണ്. ഇതിനു പുറമെ ഇനി ഒരു കുടിശ്ശിക മാത്രമാണ് വിതരണം ചെയ്യാനുള്ളത്. അതായത് 1600. അത് ഉടനെ സർക്കാർ വിതരണം ചെയ്യും. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് എന്തായാലും അത് വിതരണം ചെയ്തിരിക്കും. സർക്കാർ തൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് പാവങ്ങളെ കരുതുന്നതിന് വേണ്ടി ക്ഷേമ പെൻഷനുകളെല്ലാം കൊടുക്കുമെന്ന്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.